ഹായ്. UK പോകുന്ന വഴി ഒരു പെൺകുട്ടി മരണപ്പെട്ടിരിക്കുകയാണ്. UK പോകുന്നതെന്ന് എടുത്ത് പറയുന്നത് വെച്ചാൽ കുട്ടി നഴ്സാണ്. 24 വയസ്സുള്ള മകൾ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അരളിപ്പൂവാണ്. എന്ത് ഡേഞ്ചറസാ അല്ലേ? എനിക്കിതിനെ പറ്റി അറിയത്തേ ഇല്ലായിരുന്നു. ഇങ്ങനെയൊരു വിഷം ഇതിനകത്തുണ്ട് എന്ന്. അരളിക്കായ്, അരളിപ്പൂ, അരളിവേര് എന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ വിഷമാത്രേ. എന്നിട്ട് നമ്മളിതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു ഇത് വേണ്ടിയിട്ട്, അതായത് പൂ നിൽക്കുന്നത് കാണുന്ന ആ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇത് നട്ടു വളർത്തുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചറസ്. ഇത് ഒരു പുതിയ അറിവാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു വെച്ച് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, ഒരു ഇൻഫോർമേഷനും കൂടെ തരാനുണ്ട്. റീസെൻ്റ്ലി ഞാനൊരു യൂട്യൂബറെ കണ്ടിരുന്നു. അവർ കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ചില ഇലകൾ എടുത്ത് വെച്ചിട്ട് തോരൻ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധനങ്ങൾ, കോവയ്ക്കയുടെ ഇല അതൊക്കെ എടുത്ത് വെച്ച് തോരൻ വെച്ച് അവർ കഴിക്കുന്നതായിട്ടും പിന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ പറയുന്നതായിട്ടും. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാതെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആയുർവേദം എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ആയുർവേദം പഠിക്കുന്നവർക്കും അത് മനസ്സിലാക്കിയവർക്കും അറിയാം. മൈന്യൂട്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക് പോലും നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, ആപ്പിളിൻ്റെ കുരു അത് അരച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങളെന്നല്ല, മോസ്റ്റ്ലി മിക്കവാറും അതർക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ആപ്പിളിൻ്റെ കുരു എന്ന് പറയും. എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാം? നമ്മൾ ആപ്പിൾ കഴിക്കുമ്പോൾ കുരുവും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ കഴിക്കത്തില്ലേ? അത് എനിക്കൊരുപാട് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു സിനിമയിൽ കൂടിയാണ് ആ ഒരു സംഗതി പുറത്തേക്ക് വന്നത്. അപ്പം ഇത്തരത്തിൽ ചില വിഷയങ്ങളുണ്ട്. എലൈമാ പഴം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയ്ക്കകത്തുണ്ട്, ഗുരു എന്ന സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? അതിൻ്റെ കുരു കഴിച്ചാൽ കാഴ്ച കിട്ടും, അതിൻ്റെ ചാറ് കഴിച്ചാൽ കാഴ്ച പോകും. അപ്പോൾ ഇത്തരം പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഒരുപാട് സാധനങ്ങളിൽ ചിലത് ഡേഞ്ചറും ചിലത് വളരെ എഫക്റ്റീവുമാണ്. ചിലപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ ഏതോ ഒരു വൈദ്യൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ കായ്, തണ്ട്, വേര് ഇതൊക്കെ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ചില ഇടങ്ങളിൽ ഇത് മെഡിസിനാണ്, പക്ഷെ മെജോറിറ്റി ഇടങ്ങളിലൊക്കെ ഇത് വിഷം തന്നെയാണ്. ആർക്കും അറിയാത്തൊരു കാര്യം. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന് നമുക്കത് മനസ്സിലാക്കാൻ. UK പോയിരുന്ന ആ കുട്ടി എത്രത്തോളം പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തിനെന്ന് ഓർക്കും. 24 വയസ്സുള്ള മകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു അരളി പൂ കാരണം. അത് ചുമ്മാ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഒരു ടൈം ബീങ് അത് എടുത്തു വെച്ച് കടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ആ കുട്ടിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. വളരെ എന്താ പറയുക, ഷോക്കിംഗ് എക്സ്പീരിയൻസ്. വിശ്വസിക്കാൻ വയ്യ, പാവം. അതിനൊപ്പം വേറൊരു കാര്യമുണ്ട്. ഈ അരളി നോർമലി ഉപയോഗിക്കുന്ന ഈ പൂജയ്ക്കാണ്. കാരണം ഇവിടെ ബാക്കിയുള്ള മിക്കവാറും മുമ്പൊക്കെ ചെമ്പരത്തി അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലൊക്കെ ഉപയോഗിക്കുന്നത് ഈ അരളിപ്പൂവാണ്. മോസ്റ്റ്ലി അതാണ് മിക്ക അമ്പലങ്ങളിലും കിട്ടുന്നത്. അപ്പോൾ ഇത് ചിലർ പൂജിച്ചതിന് ശേഷം ഈ കിണ്ടി വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇട്ട് വയ്ക്കുന്നതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര സിവിയറായ ഒരു മിസ്റ്റേക്കാണ് അവർ ചെയ്യുന്നത്. ഇത് ഷുഡ് റിവീൽ, അതായത് ഒരുപാട് പേർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അരളിപ്പൂ ഉപയോഗിക്കുന്നത് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് എളുപ്പമാണ്, ഈസിയാണ്. ദൈവത്തിന് ഈ പൂ ഇട്ടില്ലെങ്കിൽ ദൈവം കോപിക്കുകയൊന്നുമില്ല. പക്ഷേ ഈ പൂ ഉണ്ട്, അതും കൊണ്ട് ആളുകൾ അതെടുത്ത് വെച്ച് വേറെ രീതിയിൽ ഉപയോഗിച്ചാൽ ഭക്തി മൂത്ത ഭ്രാന്ത് പിടിച്ച് ഓരോരുത്തരോരോന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊരു ഡേഞ്ചർ സോണ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് വിജിലൻ്റായി മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞല്ലോ, ഈ കോവയ്ക്ക ഇല വെച്ച് തോരൻ വയ്ക്കുന്ന ഒരു യൂട്യൂബർ, എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് മനസ്സിലാകാൻ വേറൊരു വഴി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ പശുവിനെയൊക്കെ വളർത്തിയവർക്ക് മനസ്സിലാകും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ പശുവൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പശു ഈ കപ്പയുടെ ഇല തിന്നും. ഇല തിന്നു കഴിഞ്ഞാൽ വയറ് പെരുവിച്ച് അത്തുപോകുന്നൊരു ഇതുണ്ട്. പശു എന്നല്ല, ആട് ഏത് ഇതായാലും. നമ്മൾ മരച്ചീനി, അതായത് കപ്പ എന്ന് പറയും, മരച്ചീനിയോ കപ്പ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ പുഴുങ്ങി കഴിക്കുന്നുണ്ട്, അതിൻ്റെ തണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഇല ആരും എടുക്കത്തില്ല. പക്ഷേ ഇതിനെപ്പോലും തോരൻ വെച്ചാണ് ആ യൂട്യൂബർ കാണിക്കുന്നത്. ഈ മരച്ചീനി തണ്ടൊക്കെ ചോരൻ വെച്ച് തിന്ന് കഴിഞ്ഞിട്ട് ഇനി അവസാനം വേറെ എന്തെങ്കിലും ആവണ്ട. ചിലപ്പോൾ അവരുടെ വയറൊക്കെ അതൊക്കെ ഓക്കെ ആക്കിയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബോഡി സ്ട്രക്ചർ അതിനൊക്കെ ഓക്കെ ആയിരിക്കും. ഐ ഡോണ്ട് നോ, ബട്ട് അതൊരു ഡേഞ്ചർ സാധനമാണ്. ഏതിനെയും തോരൻ വെച്ച് തിന്നാം, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കമൻറ്റ് സെക്ഷൻ ക്ലോസ് ആണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് എത്രത്തോളം ആളുകൾക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. കാരണം പൊങ്കാലയിടലായിരിക്കാം. സോ നമുക്ക് അത്രത്തോളം പ്രാക്ടിക്കലായി ഇത് അക്സെപ്റ്റൻസ് ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ പുറത്തേക്ക് ഇടരുത്. അഗസ്തിക്കീരയൊക്കെ തോരൻ വയ്ക്കുന്നതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു വൃത്തികെട്ട ടൈമിലേക്ക്, എന്ത് ഇലയും എടുത്തു വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ആയുർവേദം പഠിക്കാത്തവർക്കും ബേസിക്കായിട്ട് കുറച്ച് നോളജൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് കിട്ടും. ചിലയിടങ്ങളിൽ നമ്മൾ ഉള്ളി കാച്ചി ചെറിയ മുറിവിലൊക്കെ വയ്ക്കും. കുരുമുളകിൻ്റെ തണ്ട്, ഇലയും ഉള്ളിയും കൂടെ ചേർത്ത് കാച്ചി വെച്ച് കഴിഞ്ഞാൽ വിഷം ഇറങ്ങുമെന്നൊക്കെ പറയും. അങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ
ഇത് അബദ്ധത്തിൽ ആ കുട്ടി ചെയ്തതാണെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ഇതുണ്ട്. പൂജയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നിർത്തലാക്കാൻ ഇടപെടലുകൾ നടത്തണം. കാരണം ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു പുഷ്പത്തിനെയാണ് നമ്മൾ ദൈവത്തിന് അർപ്പിച്ചിട്ട് അതെടുത്ത് വെച്ച് നമ്മൾ ചിലർ തിന്നും. ബൈ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ചിലർക്ക് വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കിണ്ടിക്കകത്ത് മൊന്തയ്ക്കകത്തൊക്കെ വെള്ളം വെച്ചിട്ട് അതിനകത്ത് അരളിപ്പൂട്ട് വയ്ക്കും. പിറ്റേന്ന് ഭക്തി മൂത്തിട്ട് ഇതെടുത്ത് കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ രീതിയിലൊരു ഡാമേജ് ഉണ്ടാക്കുകയും സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ചീനി കഴിക്കും എന്നതുകൊണ്ട് ചീനി തണ്ട് തോരൻ വെച്ച് തിന്നു കഴിഞ്ഞാൽ പശു ചത്തുപോകണക്ക് വേറെ ഒരു ചത്തുപോകും, അത്രയേ ഉള്ളൂ. എല്ലാം ഗ്യാസ് തന്നെ, ബട്ട് സ്റ്റിൽ അത്രയും ഡേഞ്ചറാണ് അത്. അപ്പോൾ എല്ലാം ഒന്നും എല്ലായിടത്തും പ്രാക്ടിക്കൽ ആകത്തില്ല. ഇപ്പോൾ താറാവ് പുല്ല് വാങ്ങി താറാപ്പോച്ചയെന്ന് പറയും, അത് പശുവിനൊക്കെ കൊടുക്കും. പക്ഷേ അതുകൊണ്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. സോ ഇൻ ടോട്ടൽ നമ്മൾ ശരിക്കും വിജിലൻ്റ് ആകേണ്ട ഒരു ഇൻസിഡൻ്റാണ് ഇത്. ആ കുട്ടിക്ക് നടന്നത് എനിക്ക് ഭയങ്കര അതിശയം കേട്ടോ. വീട്ടിൻ്റെ ചുറ്റുമൊക്കെ നമ്മൾ ചെടികൾ വെക്കും, വീട്ടിന് ഇൻസൈഡും ചെടികൾ വെക്കും. ചില ചെടികൾ നമ്മൾ വെക്കുന്നത് തന്നെ പാമ്പിനെ അകറ്റാനാണ്. പാമ്പിന് ഇഷ്ടമില്ലാത്ത ചെടികൾ പാമ്പ് ചെടി എന്ന് പറഞ്ഞിട്ട് വെക്കും. അപ്പോൾ മാക്സിമം ഈ വീടിനകത്തൊക്കെ പ്ലാന്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ കുഞ്ഞുങ്ങളെടുത്ത് വെച്ച് തിന്നാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് സോ ഇതൊക്കെ വിജിലൻ്റായി നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. എല്ലാ ചെടികളും ശരിയാണോ അല്ലയോ ഒന്നൊന്നും അറിയത്തില്ല, പേടിയാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ കയ്യെത്തുന്ന ഭാഗത്ത് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആകെ ഒരു സൊല്യൂഷൻ. ഇതൊക്കെ പ്രാക്ടിക്കൽ ആകുമോ എന്ന് അറിയത്തില്ല. ചിലരൊക്കെ ചെടിയോട് ഇഷ്ടം മൂത്തിട്ട് വീട്ടിനകത്തേക്ക് കൂടെ കൊണ്ടുവന്ന് വെക്കുന്നൊരു ഇതുണ്ട്. ദയവ് ചെയ്തിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. എല്ലാം ഒന്നും കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളല്ല. ഇത്തരം യൂട്യൂബേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള വശം പഠിക്കാതെയാണ് അവരിത് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടിക്ക് പോവുകയാണ് വേണ്ടത്. കാരണം ഇത് കണ്ടിട്ട് 10 പേരൊന്ന് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടെങ്കിലും എടുത്തു വെച്ച് ചെയ്താലോ. അപ്പോൾ അവർ തോരൻ വെച്ച ഇലകളിൽ ഒന്ന് ഞാൻ കണ്ടത് കോവയ്ക്കയുടെ ഇലയാണ്. തീരെയൊക്കെ ഒരുപാട് കിട്ടുന്ന ഇടത്ത് ഈ കണ്ടതും കടിയതും ഒക്കെ എടുത്ത് തോരൻ വെച്ച് വൈബ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ വ്യൂ കൂട്ടാനും ഒക്കെ ചെയ്യുന്നത് ചിലപ്പം ദോഷമായിട്ട് വലിക്കുകയാണെങ്കിൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ആ മകൾ നഷ്ടപ്പെട്ടതിൽ ആ പേരൻസിനുള്ള വിഷമത്തിൻ്റെ കൂടെ പങ്കുചേരുകയാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ നഷ്ടം തന്നെയാണ്, ഒന്നും പറയാനില്ല. ചിലരൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ആ കുട്ടി ഒരു ഏണിംഗ് മെമ്പറാണ്, ഇനി അത് പോയിട്ട് കുറേ സമ്പാദിച്ചു കൊണ്ടുവന്നു അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി അത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയ ഒരു മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ്. ആരുടെയും തെറ്റല്ല, മൈന്യൂട്ട് മിസ്റ്റേക്ക് അത്. ഇത് പക്ഷേ അവർക്കുണ്ടായത് മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ഈ ചെടി നട്ടു വളർത്തുന്നതിൽ നിന്നും അല്ലെങ്കിൽ അത് ചുറ്റുവട്ടാരത്തിൽ നിർത്തുന്നതിൽ നിന്നും മറ്റുള്ളവരെ മാറ്റി ചിന്തിപ്പിക്കുമെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്നതേ ഉള്ളൂ. വളരെ വിഷമം തോന്നിയൊരു വാർത്തയാണ്. അരളിപ്പൂവിന് ഇത്രയും ഡേഞ്ചറായ ഒരു സോണുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇത് അമ്പലത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഒന്നുകൂടെ ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഭക്തി മൂത്തിട്ട് ചിലരതെടുത്ത് തിന്നാറൊക്കെ ഉണ്ട്. അവസാനം അത് പണി കിട്ടണില്ല. ആ കുട്ടിക്ക് എന്തോ അത്രത്തോളം ഇമ്മ്യൂണിറ്റിയെ കൊണ്ടായിരുന്നിരിക്കുള്ളൂ, അതുകൊണ്ടാണ് അതിന് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്തത്. ചിലർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യുന്നവർക്ക് ഇത് എഫക്റ്റ് ചെയ്യില്ല. പാമ്പ് കടിച്ചാൽ ചാവാത്ത ആൾക്കാരില്ലേ, അങ്ങനെയും ഉണ്ടാവും. പക്ഷേ അത് ഡേഞ്ചർ ആണെങ്കിൽ അത് എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ്. പൊതുസമൂഹത്തിലേക്ക് അത് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു യൂട്യൂബറിൻ്റെത് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. ദയവ് ചെയ്തിട്ട് അവർക്ക് ഞാൻ വേറെ അവരുടെ കമൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളതിലൊക്കെ പോയിട്ട് ഞാൻ കമൻറ്റ് എഴുതിയിട്ടിരുന്നു. ദയവ് ചെയ്ത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. കാരണം ചിലർക്ക് അതൊക്കെ മുരിങ്ങ തിന്നും, മുരിങ്ങയില തിന്നും എന്ന് വെച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ളതും കൂടെ തിന്നാൻ തൊലി ചെത്തി അതും കൂടെ തിന്നാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഒരു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയൊന്നും അല്ലല്ലോ കേരളത്തിലുള്ളവർ അത്തരത്തിലൊക്കെ പോയി എടുക്കാനായിട്ട്. പണ്ടൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെയും പറയാം, തമിഴ്നാട്ടുകാരൊക്കെ ചെയ്യാറുണ്ട്, എലിയെയും പല്ലിയൊക്കെ പിടിച്ചു വെച്ച് തിന്നും. കാരണം ദാരിദ്ര്യ രേഖയ്ക്ക് താഴേക്ക് വരുമ്പോൾ വേറെ സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് ബോറിങ് ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കണ്ടത് കൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അരളിപ്പൂ ഡേഞ്ചറാണ്, ആരും വീട്ടിൽ നട്ടുവെക്കാതിരിക്കുക. മാക്സിമം ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പഠിച്ച ശേഷം വീട്ടിലേക്ക് വെക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സമയം പോക്കിനൊക്കെ എടുത്ത് വെച്ച് തിന്നുകയും പിടിക്കുകയോ പിച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് വരും. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടാലേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.